മലയാള സിനിമയുടെ വാനമ്പാടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റവാക്കിൽ ഉത്തരം പറയും ചിത്ര ചേച്ചി എന്ന് നമ്മൾ പറയും. ഇന്ത്യൻ സിനിമയുടെ വാനമ്പാടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒറ്റവാക്കിൽ ഉത്തരം പറയും ലതാ മങ്കേഷ്കർ എന്നുള്ളത്. എന്നാൽ മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് അതുപോലെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി രഹനത്തെയും നമ്മോടൊപ്പം മിസറി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സദസ്സിൽ സംഗമിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മീഡിയ 1 14-ാം രാവ് എന്ന റിയാലിറ്റി ഷോ, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു ഫ്ലോറിൽ പാടാനെത്തുന്ന കുട്ടികൾക്ക് വളരെ മനോഹരമായി കൊണ്ട് പാട്ടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത നമ്മുടെ വ്യക്തി രഹനത്തെയും നമ്മോടൊപ്പം ഒത്തുകൂടുകയാണ്. നല്ലൊരു കൈ നൽകിക്കൊണ്ട് രഹനത്തെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് മിസർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഇന്ന് ആരംഭിച്ച ഈ ഒരു സംരംഭത്തിന് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിച്ചേരാൻ കാരണം നമ്മുടെ പ്രിയ സുഹൃത്തായ സലീം കോടത്തൂർ സലീമിൻ്റെ നാടാണ് എരമംഗലം. അപ്പോൾ സലീമാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഞാൻ ഇതുവരെ മോളെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മോളെ കാണാൻ സാധിച്ചു. പിന്നെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിച്ചു. അതിലൊരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഷാഫി ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരു ഒത്തുകൂടിയിട്ട് കുറച്ച് നാളായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ ബാബുയുടെ നേതൃത്വത്തിലുള്ള ഓർക്കസ്ട്ര, പിന്നെ എന്നെ ഒരുപാട് സംസാരിച്ച റഹ്മാൻ. പക്ഷെ റഹ്മാൻ 14 രാവ് പറയുന്നതിന് തൊട്ട് മുമ്പേ പട്രുമാൽ പറയണം. കാരണം ഇന്നും എന്നെ എല്ലാവരും ചോദിക്കുന്നത് പട്രുമാലിലല്ലേ, അങ്ങനെയാണ്. അപ്പോൾ പട്രുമാലിലൂടെയാണ് ഞാൻ ആ ജഡ്ജിങ് പാനലിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് എഡിഷൻ എനിക്ക് പട്രുമാലിൽ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എന്തായാലും പാട്ടിലേക്ക് തന്നെ പോവാം. താങ്ക് യു. മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലേ മൺതരിയായെങ്കിൽ
ഓക്കെ, താങ്ക് യു. ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സംഗീത വിരുന്നും അതോടൊപ്പം തന്നെ ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചിന്നു, ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന നമ്മൾ സ്നേഹത്തോടെ ചിന്നു എന്ന് വിളിക്കുന്ന സ്റ്റാർ മാജിക്കിൻ്റെ പ്രിയപ്പെട്ട താരമാണ് ഈ ഒരു വേദിയിലേക്ക് ഒരു 5 മിനിറ്റോട് കൂടിയിട്ട് നമ്മുടെ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. നേരെ ഷോറൂമിനകത്തോട്ട് കയറുന്നു. ജസ്റ്റ് ആ ഡയമണ്ട് സെക്ഷൻ ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ വേദിയിലേക്ക് വന്നുകൊണ്ട് നമ്മോടൊപ്പം കുറച്ച് സമയം സല്ലപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി നക്ഷത്ര ഈ ഒരു സദസ്സിലേക്ക് എത്തിച്ചേരുന്നത്. വളരെയധികം സന്തോഷം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും മിസർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എല്ലാവിധ സ്നേഹ സ്വാഗതവും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് ഞാൻ.